ചേച്ചിക്ക് ഈ എന്താ പറയാ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഭയങ്കര ഇമോഷണലി കണക്ഷൻ തോന്നിയ ഒരു റോൾ ഏതാ, ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഇമോഷണലി കണക്ഷൻ തോന്നിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും എൻ്റെ ആദ്യ സിനിമയാണ് എപ്പോഴും പറയുമ്പോൾ ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും നമ്മൾ ആഗ്രഹിച്ച് ചെയ്തത് കൊണ്ടും കൂടിയാകും. പിന്നെ നമ്മൾ അത്രയും ഒന്നിച്ച് സിങ്കായിട്ട് എല്ലാം പുതുമുഖങ്ങൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് വിചിത്രമൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കാരണം അത് ത്രൂ ഔട്ട് ഉണ്ട്. അതുപോലെ മൈ നെയിം ഈസ് അഴകൻ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമായ കഥാപാത്രങ്ങളാണ്. പിന്നെ പൊതുവെ എനിക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ലാത്ത കാര്യങ്ങൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ, നമ്മൾ ജസ്റ്റ് വന്നിങ്ങനെ പോകുന്നു. പിന്നെ ചിലത് നന്നായി ചെയ്തെങ്കിൽ പോലും അത് സിനിമയിൽ അത് വരില്ല, അത് കട്ട് ചെയ്തു പോകും. നമ്മൾ ആഗ്രഹിക്കും അയ്യോ ആ സീൻ വന്നിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ചെയ്ത ചില സിനിമകളൊക്കെ ഒട്ടും അത്തരം സീനുകൾ സിനിമയിൽ വരാതെ പോയി ഭയങ്കര സങ്കടവും തോന്നിയിട്ടുണ്ട്. സിനിമ ഏതാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നപ്പോ ചേച്ചി ഇങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ കുറച്ച് റിലാക്സ്ഡ്. മറ്റേത് ഇങ്ങനെ ആവേശം രാഷ്ട്രീയം പറയുന്നു, പേഴ്സണൽ കാര്യം പറയുന്നു. അതെ, ഇപ്പൊ ഒരു ഡ്രീം ക്യാരക്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ മനസ്സിൽ, എനിക്ക് ഇന്ന ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ചെയ്തു വെച്ചൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുള്ള അതൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് ഇപ്പൊ ദക് ദക് എന്ന് പറഞ്ഞ 4 സ്ത്രീകളുടെ ഹിന്ദി സിനിമ, മറ്റേ തപ്സി പണ്ണാണ് അതിന്റെ പ്രൊഡ്യൂസർ. അവര് 4 പേര് യാത്ര പോകുന്നതാ, ബൈക്ക് ബുള്ളറ്റ് ഓടിച്ചിട്ട്. അപ്പൊ അതില് നമ്മുടെ നസറുദ്ദീൻ ഷായുടെ വൈഫ്, പേര് ഞാൻ മറന്നു അവരുടെ, എനിക്കറിയില്ല, രത്നാപദക്ഷ. അപ്പൊ അവര് ചെയ്ത കഥാപാത്രമുണ്ട്. അപ്പൊ ഞാനൊക്കെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒന്ന് ഞാൻ തന്നെ ആലോചിച്ച എൻ്റെ സ്ക്രിപ്റ്റിലും അത്തരത്തിലുള്ള സംഭാഷണങ്ങളുണ്ട്. 2 വിട്ടിട്ട് സ്ത്രീകളുടെ സംഭാഷണം. അപ്പൊ അത് പറഞ്ഞാൽ അത്രയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ല, ഇവര് ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് ഒരു 68 അങ്ങനെയുടെ ഒരു പ്രായമാണ്, 65+ ആണ്. ബാക്കിയുള്ളവർക്ക് വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനത്തെയൊക്കെ കഥാപാത്രങ്ങൾ 2 വിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുസൃതികളൊക്കെ അങ്ങനത്തെ ഒരു സ്ത്രീ കഥാപാത്രമൊക്കെ ചെയ്യുക, അതൊക്കെ ഇവിടെ തീരെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു എന്താ ഷെയ്ഡ് പോലും വന്നിട്ടില്ല. ഇപ്പോ റാണി പത്മിനി അല്ല, റിമാ കല്ലിങ്കലിന്റെയും മഞ്ജു വാര്യരുടെ ഒരു അല്ല, അതിൽ പോലും അതിന്റെ ഒന്നും ഹൈറ്റില്ല. അത് ഇത് എൻറ്റയർലി ഡിഫറെന്റ്. അതൊരു റോഡ് മൂവിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ റോഡ് മൂവി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങള് അവർ പറയുന്നത് വേറെ ലെവലാണ്. അതൊക്കെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ സിനിമയിൽ തന്നെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ട് തുല്യവേതനം കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരുപാട് അതിനകത്തുനിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മാറ്റമൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും അതുപോലെ തുല്യവേതനം ഒന്നും ഇപ്പോഴും പറയാനൊന്നും എന്നാലും കുറച്ചൊരു ഇല്ല. സത്യത്തിൽ അവിടെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഇനിയും പറഞ്ഞു ഞാൻ കുറേ കൂടി അപകടത്തിലാവും എന്നുള്ളതേ ഉള്ളൂ. കാരണം പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, കോവിഡിന് ശേഷമുള്ള ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, മലയാള സിനിമയ്ക്ക് തിമാറ്റിക്കലി മലയാള സിനിമ കുതിച്ചു ചാടുന്നു, നമ്മൾ റെക്കോർഡുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഞങ്ങൾക്ക് വന്നൊരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മസ്റ്റല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആർട്ടിസ്റ്റുകൾ വേണമെന്ന് നിർബന്ധമുള്ള സിനിമയിൽ മാത്രമാണ് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നായകനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രാദേശിക ഭാഷയിലാണോ അവിടുന്ന് കാസ്റ്റിംഗ് കോൾ ഇടലാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞ് കാസ്റ്റിംഗ് കോൾ ഇടുന്നു. ഇത്ര 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആണിനെയും പെണ്ണിനെയും ഒക്കെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവണത വന്നതിന് ശേഷം പിന്നെ പ്രത്യേകിച്ചും ഈ കാലത്തെ റീൽസും എന്താണ് പറയുക, സോഷ്യൽ മീഡിയയിലുള്ള വന്ന് ആളുകളൊക്കെ കൂടി വന്നോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് അവിടെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതുപോലെയുള്ള കഥാപാത്രങ്ങൾ അത്ര വലിയ ആഴമുള്ളതല്ല. ഈ കെമിസ്ട്രി ഒക്കെ ഒരുപാട് കാണിക്കണം എന്നുള്ളതിൽ ജസ്റ്റ് നെയിം സേക്കിന് അച്ഛൻ അമ്മ ഇങ്ങനെ ഒരു ഷെയ്ഡ് കാണിച്ചാൽ മതി. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥാപാത്ര നിർമ്മിതികളേ ഉള്ളൂ സ്ക്രിപ്റ്റിൽ. അതിനപ്പുറം ആ ബന്ധങ്ങളുടെ ആഴം കാണിക്കുന്ന വിധത്തിലൊരു സ്ക്രീൻ പ്രസൻസും സ്ക്രിപ്റ്റിൽ പ്രസൻസും ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരായാലും മതി, എക്സ് ഓർ വൈ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ആള് വേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പം ഉണ്ട്. അതാത് പ്രദേശത്തു നിന്നുള്ള ആളുകളെ എടുക്കുക എന്നുള്ളത്. പിന്നെ സിനിമയിലെ അലിഖിത നിയമമാണ്, ആദ്യ സിനിമയിൽ ആർക്കും സാലറി കൊടുക്കൂല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സിനിമ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവർ മാത്രമല്ല, ഇതര ജോലികളിൽ ഇരിക്കുന്നവരും അഭിനയമോഹമുള്ളവർക്ക് അതൊരു സാധ്യതയാണ്. എന്തെങ്കിലും ആവട്ടെ, ഒരു സിനിമയിൽ മുഖം കാണിക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് എവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങളേതുപോലെയുള്ള ആക്ടേഴ്സിനെ ഭയങ്കര ഇത് പ്രൊഫഷനായിട്ട് എടുക്കുകയും വർഷങ്ങൾ, ഇപ്പം ഞാനൊക്കെ ഒരു 7 വർഷമായി. അപ്പോൾ ഇത് മാത്രം സിനിമ തന്നെ ഒരു ഉപജീവന മാർഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആണും പെണ്ണും അടങ്ങുന്ന ഞങ്ങളേതുപോലത്തെ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത് നല്ല സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരാണ്. അപ്പോൾ അത് ഒരു നല്ല പ്രവണതയാണോ എന്ന് വെച്ചാൽ ആളുകൾക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നല്ലതായിരിക്കെ തന്നെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അത് വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് റേറ്റിലാണ് ഞങ്ങൾ സാലറി പോകുന്നത്. അതിനേലും കൂടുതൽ ചോദിക്കാനും പറ്റില്ല, തരൂല്ല. മാറ്റം വന്നിട്ടില്ല. മാറ്റം അപ്പൊ അതുകൊണ്ട് തന്നെ വന്നിട്ടില്ല. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പോലും നമുക്കറിയില്ല. കാരണം അത് ശ്രദ്ധിച്ചാലും കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അവരുടെ ബഡ്ജറ്റ് സ്ക്വീസ് ചെയ്യാന്നുള്ളതല്ലേ. ഞാൻ വിചാരിച്ചത് അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. ശരിക്കും ഞങ്ങൾക്ക് സെറ്റ് ബാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്ത കോവിഡ്. ഓ അപ്പൊ ചേച്ചി ഒരുപാട് താങ്ക് യു. കാരണം തിരക്കിട്ട ഒരു സമയത്താണെങ്കിലും വിളിച്ചപ്പോ ഓടി വന്നു അല്ലേ. ഞാൻ വിളിച്ച ചേച്ചി വന്നു. അപ്പൊ സന്തോഷം. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ, അടിപൊളി ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ. ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. എനിക്കും അതെ. ഇതിപ്പോ നമ്മളെ 2ാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ എനിക്കും വലിയ സന്തോഷമുണ്ട്. പതിവ് പോലെ തന്നെ തീപ്പൊരിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. എനിക്കറിയണം ഞാനിപ്പോൾ നടിയാണോ രാഷ്ട്രീയക്കാരിയാണോ ഇവിടെ ഇരുന്നത്. ഇനി എന്തായാലും സമഗ്രതയിൽ എന്നെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്കും ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നത് തന്നെയാണ് സന്തോഷം. കാരണം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങളും സാധ്യതകളും മറ്റുള്ളവർക്കും അറിയാൻ കഴിയുമല്ലോ. അപ്പൊ അത് പറയാൻ പറ്റുന്നതിലൊരു സന്തോഷം. ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളപ്പോ ചോദിക്കാനൊരു ക്യൂരിയോസിറ്റി കാണും. അതുകൊണ്ട് അല്ല, അത് കുഴപ്പമില്ല. കാരണം എന്നെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും തൊഴിലിൽ ത്രെട്ട് ഉണ്ട്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് മാത്രം ത്രെട്ട് വരുന്ന ഒരാളല്ല, ആ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പറയേണ്ടത് തന്നെയാണ് എവിടെയാണെങ്കിലും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഇതേ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് അവരത് റിഫ്ലക്റ്റ് ചെയ്തല്ലോ, നമുക്കും വേണ്ടി കൂടിയാണല്ലോ അത് പറഞ്ഞു എന്നുള്ള സന്തോഷം പലപ്പോഴും പലരും പങ്കുവയ്ക്കാറുണ്ട്. അപ്പം അത്രയെങ്കിലും എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.